ഹലോ, സന്ദീപ് എവിടെയാ? സന്ദീപ് ഒന്ന് റൂം വരെ വരാവോ? എന്താ എന്താ എനിക്ക് എന്തു പറ്റി? എനിക്കറിയാൻ കാര്യം എന്താണെന്ന്. താനാ സംഭവം മനസ്സിൽ നിന്നും മുഴുവനും മാറ്റണം. ജീവിതത്തിൽ നല്ല നല്ല സംഭവങ്ങൾ ഒരുപാടുണ്ടായാലും വേദനിപ്പിക്കുന്ന മാത്രമേ കൂടുതൽ ഓർമ്മകളായി മാറും. അത് ഓർക്കാതിരിക്കുക എന്നല്ലാതെ മറ്റൊരു പോംവഴി അതിനില്ല. മറക്കാൻ ശ്രമിക്കും തോറും ആ ഓർമ്മകളെല്ലാം എന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് സന്ദീപ്. ഒന്ന് നേരെ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. സന്ദീപ് ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഒരാളെന്റെ ജീവിതത്തെ ഇത്രയധികം മാറ്റിമറിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലുമില്ല. എന്റെ മനസ്സിൽ നിന്ന് ഒന്നും ഒരിക്കലും മായില്ല സന്ദീപ്. മരണത്തോടെ അല്ലാതെ ഒന്നും ഒരിക്കലും മറക്കാനും ആവില്ല. എടോ, താൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതും പറയുന്നതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് വിഷമം. തൻ്റെ കൂടെ ഞാനുണ്ടനക്ക. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഒരു ഫോൺ കോൾ അത്രേ വേണ്ടൂ. തനിക്കെന്നെ എപ്പോൾ വേണമെങ്കിലും കാണാം, സംസാരിക്കാം. അങ്ങനെ ഒരു അനുവാദം ഞാൻ തരുന്നത് കൊണ്ട് തന്നെ തന്നെ സഹായിക്കാനും എന്നെ കൊണ്ടാവും. താനെപ്പോഴും ഇതൊക്കെ ആലോചിച്ച് നടക്കുന്നതിന് ഒഴിവാക്കണം. ഇവിടെ ആർക്കെങ്കിലും സംശയം തോന്നി കാര്യം തിരക്കുക, നമ്മൾ അവരോട് എന്ത് മറുപടി പറയും? ഇതെന്നും രഹസ്യമായി സൂക്ഷിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ച കാര്യമല്ലേ? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ മാത്രം മതി. മറ്റാരെ അറിയിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഒന്നാമത് പുറത്തു പറയാൻ പറ്റിയ കാര്യമല്ലത്. അതുകൊണ്ട്
ഒരാളിന്റെ ജീവിതത്തെ ഇത്രയധികം മാറ്റിമറിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലുമില്ല. എന്റെ മനസ്സിൽ നിന്ന് ഒന്നും ഒരിക്കലും മാറില്ല സന്ദീപ്. മരണത്തോടെ അല്ലാതെ ഒന്നും ഒരിക്കലും മറക്കാനും ആവില്ല. ഇതെന്നും രഹസ്യമായി സൂക്ഷിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ച കാര്യമല്ലേ? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ മാത്രം മതി. മറ്റാരെ അറിയിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഒന്നാമത് പുറത്തു പറയാൻ പറ്റിയ കാര്യമല്ലത്. എന്തായി കാണിച്ചു? അതിന് എന്ത് അബദ്ധമായി കാണിച്ച? എണീപ്പിക്കണം. എടുത്ത് സന്ദീപേ, എന്താ ഉണ്ടായത്? നിങ്ങൾ തമ്മില് വഴക്കോ മറ്റോ ഉണ്ടായോ? എന്താ പ്രശ്നം? പ്രശ്നം എടുത്തി ആതിരയ്ക്ക് എന്നെ എനിക്ക് സംശയ. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് കണ്ടതുകൊണ്ടാ അവള് എടുത്തിക്കറിയാലോ സത്യം എന്താണെന്ന്. നീ ഇത് നേരത്തെ തുറന്നു പറയാത്തത് എന്താ? ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കില്ലായിരുന്നോ? ഈശ്വര,
സച്ചിൻ സന്ദീപ് എവിടെ? അവര് ആതിരയ്ക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലഡ് ബാങ്കിലേക്ക് പോയിരിക്കുക. മീരെ, എന്തിനാ ആതിര ഇങ്ങനെ ചെയ്തത്? അറിയില്ല. സന്ദീപുമായിട്ട് എന്തോ വഴക്കായിന്ന് പറഞ്ഞു. അർച്ചനെ, ഡോക്ടർ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഓ, അബോഷനായി എന്നുള്ള സന്തോഷ വാർത്ത ഇതൊരു ഡോക്ടർ പറഞ്ഞില്ലേ? നീ എന്നെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കണ്ട. അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. അവളായിട്ട് എന്നെ ചെയ്തതല്ലേ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ആതിര പ്രസവിക്കാനൊന്നും പോകുന്നില്ലെന്ന്. ആ, വൃന്ദാവനത്തിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് അവള് തിരിച്ചു വന്നത് അവളുടെ കാലക്കേടിനാ, അമ്മയാവാതിരിക്കാനുള്ള കാലക്കേടിന്. ഇത് ആശുപത്രിയോ, വീടല്ല. ആ ബോധം നിങ്ങൾക്കില്ലെങ്കിലും എനിക്കുണ്ട്. ദേ, എന്റെ ക്ഷമയെ പരീക്ഷിച്ചുണ്ടല്ലോ. ഡോക്ടർ എങ്ങനെയുണ്ട് ഇപ്പോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ ഒബ്സർവേഷനിൽ കിടക്കട്ടെ. നാളെ നോക്കിയിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ആ കുഞ്ഞിന്റെ കാര്യത്തില് ഒരു ടെൻഷനും വേണ്ട, കുഞ്ഞ് സേഫാണ്. ദൈവമേ, കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ട് ഭാഗ്യം. ഈശ്വര, ഇതറിഞ്ഞപ്പോ മുതൽ ഞാൻ പ്രാർത്ഥിക്ക. പിന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ കുട്ടിയെ കാണാം. കൂടുതൽ സംസാരിപ്പിക്കാതിരുന്നാ മതി. പ്രത്യേകിച്ച് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത്. അതൊന്ന് ശ്രദ്ധിക്കണം. ദൈവമേ. ആ, എന്നാ ഞാൻ കയറി കാണട്ടെ. ഞാൻ ചോദിക്കാം അവളോട് എന്തിനാ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തതെന്ന്. എടുത്തി, ഞാൻ പോവാം. ആ, അതിനൊരാക്കല്ലേ പോവാൻ പറ്റൂ. അതാ പറഞ്ഞത്, ഞാൻ ചെന്ന് കാണട്ടെ എന്ന്. അർച്ചന, അർച്ചന കയറി കണ്ടിട്ട് വാ. അല്ലെങ്കിൽ തന്നെ നീ ഇതോടെ പോവാ. അർച്ചന ചെല്ല്. അല്ല, സ്നേഹ എവിടെ പോയി? അവള് വീട്ടിലേക്ക് പോയി. അച്ഛൻ വിളിച്ചായിരുന്നു. ആ, മരുന്നൊക്കെ എടുത്തു കൊടുക്കാനുള്ളതല്ലേ. ആ, അവൾ ഒറ്റയ്ക്ക് പോയോ? അല്ല, ധനുഷ് അവളെ കൊണ്ടുവിടാൻ പോയിട്ടുണ്ട്. ഇതുപോലൊരു അവസരത്തിന് എന്ന് തുടങ്ങിയ കാത്തിരിപ്പ. ആർക്കെങ്കിലും സംശയം തോന്നിയെന്ന് എന്റെ ടെൻഷൻ. ഏയ്, എല്ലാവരുടെ മുന്നിലും ഒരു സംശയത്തിനും ഇട കൊടുക്കാതെയല്ലേ നമ്മൾ അവിടുന്ന് മുങ്ങിയത്. എന്നെയും തന്നെ സംശയിക്കാനും മാത്രം ആരുമില്ലടോ. താൻ ടെൻഷനൊക്കെ കളഞ്ഞ് ഹാപ്പി ആയിരിക്കും. ഒരു കുഴപ്പം വരില്ല.
അല്ലെങ്കിൽ തന്നെ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ? ഓഹോ, അപ്പോഴേക്കും എല്ലാം അങ്ങ് സ്വയം ഉറപ്പിച്ചോ? ആ, അതെന്താ? തനിക്ക് താല്പര്യമില്ലേ? താല്പര്യമില്ലെങ്കിൽ വേണ്ട. ധനുഷ്, ധനുഷ്, പിണക്കത്തിലാണോ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ മാഷെ. എനിക്ക് മാഷിനെ വിവാഹം കഴിക്കാൻ സമ്മതാണല്ലോ. അതല്ലേ വിളിച്ചപ്പോ ഞാൻ ഇങ്ങ് വന്നത് തന്നെ. ദേ, ഇനിയും പിണങ്ങിയിരിക്കാനാണ് ഭാവമെങ്കിലേ ഞാൻ റൂമിലോട്ട് പോകും കേട്ടോ. എങ്കിൽ ശരി, ഗുഡ് നൈറ്റ്.